القرآن حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا قال الله عز وجل لا يدخل الجنة قاطع أو كما قال شفيعنا رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع البطحي والحبيب العربي ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ഈ ജമാഅത്തിൽ നേതൃത്വം തന്നിട്ടുള്ള ബഹുവന്യരായ ഖതീബ് ഉസ്താദ് ഹൈദർ അലി അഹ്സൻ ഉസ്താദ്, അതുപോലെ വേദിയിലുള്ള ഈ ജമാഅത്തിലെ പ്രഗത്ഭരായ കമ്മിറ്റി നേതാക്കളെ, ഓരോരാൾമാരുടെ പേര് ചൊല്ലണായത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ. ജമാഅത്ത് കമ്മിറ്റിയിലെ പ്രഗത്ഭരായ കമ്മിറ്റി ഭാരവാഹികളെ, മുഅ്മിനുകളെ, ഉമ്മ പെങ്ങന്മാരെ, ആത്മീയ വിദ്യാർത്ഥി മിത്രരെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഇൽമുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുടെ സുഖലോക ഭവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിർസത്തെ മുഅ്മിനീങ്ങളെ, ബദരിയ ജുമാ മസ്ജിദും ഹയാത്തുൽ ഇസ്ലാം മദ്രസ ജപ്പു കുടുപ്പാടി ഇതിനെ ആശ്രയത്തിൽ ബൃഹത്ത് സ്വലാത്ത് വാർഷികവും മദ്രസത്തെ വിദ്യാർത്ഥികളെ പ്രതിഭോത്സവവും
ಅದರೊಟ್ಟಿಗೆ ವಅದು. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു സദസ്സ് ഏർപ്പെടുത്തുന്നതിന് സഹകരിച്ച ആൾമാർ, ഇതിനു വേണ്ടി അധ്വാനിച്ച ആൾമാർ, പൈസ കൊണ്ടിട്ടും തടി കൊണ്ടിട്ടും സഹായിച്ച ആൾമാർ ദുനിയാവിലും ആഖിറത്തിലും തക്കതായ അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുള്ളാർ, ക്യാൻസർ ബാധിച്ച ആൾമാർ, ഹാർട്ട് പേഷ്യൻറ്റുമാർ, കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടുള്ള ആൾമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങെല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെയും ഞങ്ങളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കളിൽ എല്ലാ മോത്തിലും ഇൽമുടെ മജ്ലിസ് സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടോണ്ടുള്ള എല്ലാ റായത്തിലും സുന്നത്ത് ജമാഅത്തിലെ മഹല്ലുള്ള കനിക്കത്തെ സർവ്വ മഹല്ലുകളിലും എല്ലാ മദ്രസത്തിലും അവിടെ ഉള്ള മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അനുബന്ധിച്ചിട്ട് പാട്ട് കൊടുത്തിട്ട് പാടുപാട്ടതും പ്രസംഗം കൊടുത്തിട്ടു അങ്ങലട്ടിಗೆ പ്രസംഗിക്ക് പാട്ടതും ഓരോ മഹല്ലിലും 2 നാളത്തെ 3 നാളത്തെ വഅദ് കാര്യക്രമവും ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ്. ബാക്കിയുള്ള ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സമുദായത്തിന് ഞങ്ങളൊന്നു കണ്ണോട് പാട്ടി നോക്കണമെങ്കിൽ ഇതുപോലത്തെ അങ്ങനെ ധാർമ്മികമായ വ്യവസ്ഥകൾ അങ്ങനെ ധർമ്മത്തെ സംബന്ധിച്ചിട്ട് അങ്ങ് അംഗീകരിക്കട കനിക്കത്തെ അങ്ങനെ ഗ്രന്ഥത്തെ സംബന്ധിച്ചിട്ട് ഒരു പഠിക്കട കനിക്കത്തെ സാഹചര്യം കുറടിയാണ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടുള്ളത്. മുസ്ലിമീങ്ങളിൽ ധാരാളം വഅദിന്റെ മജ്ലിസും മാഷാ അല്ലാ ഉട ഖതീബ് ഉസ്താദ് ചൊന്നതുപോലെ ബാലകാരന്മാർക്ക് പ്രത്യേകമായ ക്ലാസ് തുടങ്ങുക ഇവിടെ തീരുമാനിച്ചത്. അതുപോലെ ശരീഅത്ത് കോളേജ് തുടങ്ങുക വേണ്ടിയിട്ട് ഈ ജമാഅത്തിലെ കമ്മിറ്റിക്കാർ പ്രവർത്തിച്ചുകൊണ്ടുള്ളാറ് അതിലെ ബിൽഡിങ്ങിൻ്റെ പണിയായോണ്ടുണ്ടോ. അതുപോലെ പെണ്ണുങ്ങളെ ക്ലാസ്സും തുടങ്ങുന്നു ചൊല്ലക്കനിക്കത് ഉദ്ദേശമുണ്ട്. ഇതെല്ലാം ഞങ്ങ അംഗീകരിച്ച് ജീവിക്കട കനിക്കത് ഞങ്ങളെ മതം ഞങ്ങളെ ധർമ്മ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കൊണുക വേണ്ടിയാണ്. കാരണം മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഇന്ന് എത്തരമാ വിഷയത്തിൽ ലോകത്തിൽ തിരസ്കാരത്തിന് ഒളകായോണ്ടും ലോകത്തിൽ ആക്രമിക്കപ്പെട്ടോണ്ടും ലോകത്തെ മുന്നിൽ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ നഷ്ടപ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങളെ ഒന്നും അല്ലാഹുവിന്റെ നിലക്ക് ആക്കിയിട്ട് ഒതുക്കിയിട്ടൊരു മൂലകുമ്പാക്കടക്കനിക്കത്തെ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കു എന്ത് ഇതെല്ലാം ആയോണ്ടുണ്ടോ ചെന്നിട്ടൊന്ന് ചിന്തനാക്കിയെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരേ ഒരു മറുപടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടി തന്നെ ആ ആദർശത്തിൽ ഞങ്ങൾ ജീവിക്കാത്തത് കൊണ്ടിട്ടോ. കൊറിയ വർഷത്തിന് മുന്നിൽ ഞങ്ങളെ പൂർവികന്മാർ, ഞങ്ങളെ ബാപ്പമാർ, ഞങ്ങളെ ബാപ്പയുടെ ബാപ്പമാർ അങ്ങ് ജീവിക്കുമ്പോഴത്തുകൂടെ ഇല്ലാത്ത കനിക്കത്തെ പല പ്രശ്നങ്ങളും ഒരുപാട് തൊന്തര ഞങ്ങളുടെ അനുഭവിക്കണായി വന്നത്. ഇതിങ്ങനെ മുൻതുവരിഞ്ഞെങ്കിൽ ഞങ്ങളെ ഫ്യൂച്ചറിൽ ഞങ്ങളെ മക്കൾക്ക് ജീവിക്കണത് പോലും അസാധ്യമാവിടെ കനിക്കത്തെ ഒരു സന്നിവേശം ഉണ്ടായി പോവാ ചെന്നിട്ടു ഞങ്ങളെല്ലാവരും പേടിക്കൊണ്ടായത്. നിരന്തര കണ്ടുകൊണ്ടുള്ള കനിക്കെത്തതും നിരന്തര കേട്ടുകൊണ്ടുള്ളത് കനിക്കെത്തതും വാർത്തയും ബാക്കിയുള്ള വിഷയത്തെല്ലാം നോക്കുമ്പോഴത്തേക്കു മുസ്ലിമീങ്ങൾക്ക് എവിടെയും രക്ഷയില്ലാച്ചുള്ള നിലക്കുള്ള കനിക്കത്ത് ഒരു വാതാവരണ സൃഷ്ടിയാണ്ടുള്ളത് വലിയ ഖേദകരവും വലിയൊരു ദുരദൃഷ്ടമാണ്. അതുക്കുള്ള പരിഹാരം മുസ്ലിമീങ്ങൾ ധാർമ്മികമായ നല്ല അറിവുള്ളതോടുകൂടി മുസ്ലിമായിട്ട് ജീവിക്കണു ശ്രമിച്ചെങ്കിൽ അതിൽ നിന്നിട്ട് തിരിച്ചു വരണകൂ, ഈ സമുദായത്തെ ഗട്ടിയാക്കണകൂ. ഈ സമുദായ ഏത് വിഷയത്തിലാ ബാക്ക് പോയിട്ടുള്ളേ ആ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ട് ഈ സമുദായത്തിന് പലതുപോലെ തലവയത്തി നിൽക്കണ ആബോചുള്ള വിഷയത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം മുസ്ലിം ജനസംഖ്യ ഉള്ളേ
മുസ്ലിം ജനസംഖ്യ യാറവുള്ള കനിക്കത്തെ ഏത് റായത്തിൽ നോക്കിയെങ്കിലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കിയെങ്കിലും ചൊല്ലുന്നത് പോലും ബേജാറാവിടെ നിലക്ക് മാദക ദ്രവ്യത്തെ വ്യസനികളായോണ്ടുള്ള കനിക്കത്തെ ഗാഞ്ചത്തേക്ക് അഡിക്റ്റ് ആയോണ്ടുള്ള കനിക്കത്തെ ഒരു സമുദായത്തെയാണ് ഞങ്ങൾ കണ്ടോണ്ടുള്ളേ. പഴയ കാലത്തിൽ ഏതെങ്കിലും ഒരാൾ കള്ളു കുടിക്കരെങ്കിൽ അവന്റെ കുടുംബത്തെ ആള് മാറുകെ ഞങ്ങളുടെ ഫാമിലിൻ്റെ അവിടെ ചൊല്ലണക്ക് ചങ്കി അവിടെ കനിക്കത്തെ പരിസ്ഥിതി എന്ത് ഇടീ റായത്തുക റായമേ അങ്ങനെ ദൂറാക്കി വയ്ക്കരെ കനിക്കത്തെ ഒരു വ്യവസ്ഥ എന്ത്. ഒരാൾ കള്ളു കുടിക്കരെങ്കിൽ അമല് പദാർത്ഥ സേവനാക്കിയിട്ട് അവന് മീത്ത നശല് ഏതെങ്കിലും ഒരു റോഡ് സൈഡ് പൂന്നിട്ട അനാവശ്യമായിട്ട് പലക്കവരുടെ കനിക്കത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഇടീ സമുദായമേ അങ്ങനെ ദൂറാക്കി വെച്ചോണ്ടിന്ത്. ഇണ്ട് ദുരദൃഷ്ട ഏത് ക്യാമ്പസിൽ നോക്കണമെങ്കിലും ഏത് ജാഗയിൽ നോക്കണമെങ്കിലും ഏത് പാർക്കിൽ ഏത് ബീച്ചിൽ നോക്കണമെങ്കിലും മുസ്ലിമീങ്ങളായ ആൾമാർ കള്ളു കുടിച്ചോണ്ടോ അഥവാ ഗാഞ്ചത്തുക്ക് അഡിക്റ്റായിട്ട് അഥവാ വേറെ എന്തെല്ലാം പുതിയതായിട്ട് ഒരു മനുഷ്യന്റെ ബുദ്ധിനെ നഷ്ടപ്പെടുത്തുന്ന കനിക്കത്തെ കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടുള്ളത് വലിയ ദുരദൃഷ്ടമാണ്. ഞങ്ങളുടെ സമുദായത്തെ ഞങ്ങൾ ജാഗ്രത ആക്കണം. ഞങ്ങളെ മക്കളെ ഞങ്ങൾ ജാഗ്രത ആക്കണം. പരിശുദ്ധമായ ഇസ്ലാം സുന്ദരമായ ഒരു മതമാണ്. ഞങ്ങളെ കണ്ടിട്ട് ഇത്തര സമുദായത്തെ ആൾമാർ ഇസ്ലാമിൻ്റെ ബല കെട്ടിയോണ്ടുള്ളാറ്. മുസ്ലിമീങ്ങളായ ഞങ്ങളെ ജീവനശൈലി കണ്ടിട്ട് ഞങ്ങളെ സ്വഭാവം കണ്ടിട്ട് ഞങ്ങളെ പെരുമാറ്റം കണ്ടിട്ട് ഞങ്ങളെ ബിഹേവിയർ കണ്ടിട്ട് ഇത്തര സമുദായത്തെ ആൾമാർ ഇസ്ലാം ചൊന്നെങ്കിൽ ഇത്രയും ചൊന്നിട്ടു ഒരു ബല കെട്ടകനിക്കത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഉള്ളേ. ഞങ്ങളെ ജീവനത്തെ ശരിയാക്കാണ്ട് ഇസ്ലാമിയുടെ ആദർശം എന്തിനായിട്ട് പഠിച്ചിട്ട് ആ രൂപത്തിൽ ജീവനം നടത്തുന്നുകൊള്ള കനിക്കത്തെ ഒരു സന്നിവേശത്തെ ഞങ്ങൾ ഈ സമുദായത്തെ ഉണ്ടാക്കില്ലാണ്ട് കണ്ടെങ്കിൽ ഈ സമുദായം ഇനിയും അധപതിച്ചു പോകണ്ടോ ചൊല്ല വിഷയത്തിൽ ആരും ചിന്തിക്കൊണുകില്ല. അത് ഉറപ്പാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അല്ലാഹുടെ പേടിച്ച് ജീവിക്കുന്ന ആൾമാരാറ് അല്ലാഹുടെ പേടിച്ച് ജീവിക്കുന്ന ആൾമാരാറ് അങ്ങനെ കൂടെ അല്ലാഹു ഉണ്ടോ അല്ലാഹുടെ സഹായമുണ്ടോ. അതേ സമയത്തിൽ അല്ലാഹുടെ പൊറുത്ത വേണ്ട അല്ലാഹുടെ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്ക് ദുനിയാവാണ് ലക്ഷ്യം. ദുനിയാവിൽ നല്ല ഒരു ജീവന കിട്ടിയെങ്കിൽ മയിച്ചുള്ള ഉദ്ദേശത്തിൽ ആറ് ദുനിയാവുക ബല വെച്ച് ജീവിക്കാറാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അദ്ദുനിയാ കിലാബ് അദ്ദുനിയാ ജീഫത്തുൻ വതുഹലിബുഹാ കിലാബ്. ദുനിയാവ് ചീഞ്ഞി നാര ശവമാണ് ചകമാണ് വെറും ഒരു ഡെഡ് ബോഡി പോലെ ചീഞ്ഞിട്ട് നാര ഒരു ഡെഡ് ബോഡി പോലെയാണ്. വതുഹലിബുഹാ കിലാബ് ചകത്തെ പിറകെ മണ്ണത്തോണ്ട് തിന്നണു പോണ്ട നായികളാൻ. അപ്പൊ ദുനിയാവ് തീരെ വേണ്ടാണ്ടല്ല, ദുനിയാവ് മനുഷ്യന് ആവശ്യമാണ്. അതുകൊണ്ടല്ല ഏതൊരു ദുആത്തിൽ പോലും റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന പടച്ചവനെ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ തരണോ, ദുനിയാവിലുള്ള സമ്പത്ത് ഞങ്ങൾക്ക് വേണോ, ദുനിയാവിടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണോ, ദുനിയാവിടെ നല്ല സ്ഥാനമാണ് ഞങ്ങൾക്ക് വേണോ, ദുനിയാവിൽ അന്തസ്സും അഭിമാനത്തോടു കൂടി ജീവിക്കണോ, അതോടുകൂടെ ആഖിറത്തിലും ഇതെല്ലാം വേണോ. അല്ലാഹ് വഖിനാ അദാബന്നാർ നരകത്തെ അദാബിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. ഈ ദുആ ദുആറക്കാത്ത ഒരേ ഒരു ദുആയുമില്ല. എത്ര ചെറിയ ദുആയാണെങ്കിലും ഏത് സന്ദർഭത്തിലുള്ള ദുആയാണെങ്കിലും റബ്ബന ആതിനാ ഫിദ്ദുനിയാ ചൊല്ല ദുആ ഇല്ലാണ്ട് ഒരേ ഒരു ദുആത്തെ ബഗ്ഗെ സംബന്ധിച്ച് ദുആത്തെ ബഗ്ഗെ തെരിയുടെ ഒരാളും ദുആത്തെ അവസാനിപ്പിക്കില്ല. അപ്പൊ ചൊന്നോണ്ട് വന്നേ ഇസ്ലാം സുന്ദരമായ ഒരു മതമാണ്. ഏത് ആശയം എടുത്തു നോക്കണമെങ്കിലും ഏതൊരു വിഷയത്തിലും ഇസ്ലാം പഠിപ്പാട്ടിയനുസരിച്ച് എത്രമാ കാര്യങ്ങളിലെ ആധുനിക തന്ത്രജ്ഞാനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ പരിശോധിച്ചിട്ട് ഗവേഷണം ചെയ്ത് നോക്കുമ്പോൾ തോന്നും ഇസ്ലാം ചൊന്നത് പെർഫെക്റ്റ് 100% അംഗീകരിക്കണായി പണ്ട്. ഏത് വിഷയത്തിലും അതൊരു ജീവിത അർത്ഥകൂട്ട വിഷയത്തിലാണെങ്കിലും നിഷ്പക്ഷമായി ചിന്തിച്ചിട്ട് ആ വിഷയത്തെ പഠിക്കണത് തയ്യാറാവണമെങ്കിൽ ഇസ്ലാം പഠിപ്പാട്ടി ആർക്കിടെ സിസ്റ്റം ഉണ്ടല്ലേ, അതൊരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് അതൊരു നല്ല സിസ്റ്റമായിട്ട് വെക്കണായി പണ്ട്. ഏത് വിഷയമാണെങ്കിലും
ഏത് വിഷയമാണെങ്കിലും ഒരാണ് കിടാവിടെ സുന്നത്താക്കുന്ന വിഷയത്തിലാണെങ്കിലും ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ ദൃഷ്ടിയിൽ അത് എത്ര നല്ലത് മണവരിക്കായ കനിക്കത്തെ എത്രയോ അന്യ സമുദായത്തെ ആൾമാർ പോലും സ്വന്തം സുന്നത്താക്ക് വാട്ടിയതുണ്ടോ. പബ്ലിക്കിലത് ചൊല്ലില്ലെങ്കിലും പബ്ലിക്കിൽ അങ്ങ് അതിൽ അംഗീകരിക്കണമെന്ന് തയ്യാറല്ലെങ്കിലും എത്രയോ അമുസ്ലിം സഹോദരന്മാർ ഈ കർമ്മം പരിശുദ്ധ ഇസ്ലാം ചൊന്ന ഈ വിഷയത്തെ അംഗീകരിക്കണായി ഉണ്ട്. ഇനി ഏത് വിഷയത്തിലും നോക്കുമെങ്കിലും തന്റെ പിരിസപ്പെട്ട മുഅ്മിനീങ്ങള് ഇസ്ലാം പ്രധാനമായി ചൊന്ന ഏത് കാര്യങ്ങളും അത് അംഗീകരിക്കാണ്ട് ആ വിഷയത്തിലുള്ള അറിവില്ലാണ്ട് പഠിപ്പില്ലാത്തത് കൊണ്ടോ ഇത്തരം സമുദായത്തെ മുന്നുള്ള തലതാതരാവസ്ഥ വന്നല്ലേ. ഒരു അബ്ബകെന്തിര ജവാബ്ദാരിയുണ്ടോ? കാലി ഒരു കിടാവകു ജന്മം കൊടുത്തെങ്കിൽ മയ്യാവാ. ഒരു ഉമ്മകെന്തിര ജവാബ്ദാരിയുണ്ടോ? കാലി ഒരു കിടാവിടെ പെത്തിട്ട് 2 വർഷം പാല് കൊടുത്തിട്ടു ആ കിടാവിടെ ഏകദേശം നല്ലൊരു വയസ്സ് എത്തുന്നത് വരെ സ്വന്തം കാല് ഓടി നടക്കണു, സ്വന്തം അധ്വാനിച്ച് തിന്നിടകനികത ഒരു വയസ്സെത്തോളം കിടാവുക വേണ്ടി ഉമ്മ അബ്ബ അധ്വാനിച്ചെങ്കിൽ മാത്രം മയ്യാവാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി ഒരേ ഒരു പലക അല്ലിമു ഔലാദകും ഹുബ്ബ നബീകും. നിങ്ങളെ മക്കൾക്ക് അല്ലാഹുടെ റസൂലെ പിരിസാക്കണു നിങ്ങൾ പഠിപ്പാട്ടണോ. നിങ്ങളെ മക്കൾക്ക് അല്ലാഹുടെ റസൂലെ കുടുംബത്തെ പിരിസാക്കണു പഠിപ്പാട്ടണോ. നിങ്ങളെ മക്കൾക്ക് അല്ലാഹുടെ പരിശുദ്ധ ഖുർആനെ നിങ്ങൾ പഠിപ്പാട്ടണോ. ഖുർആന്റെ നിങ്ങൾ പഠിപ്പാട്ടണോ. ഖുർആന്റെ പഠിപ്പാട്ടണോ ചൊല്ലുമ്പോഴത്തേക്കോ ഖുർആന്റെ സംബന്ധിച്ച് പഠിപ്പാട്ടണോ ചൊല്ലുമ്പോൾ ആ ഖുർആനിൽ ചൊന്ന നിലക്ക് ജീവിക്കൊണ്ടുകൊള്ള കനിക്കത് ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണോ. ഖുർആനിൽ എന്തിനു ചൊന്തു? ഖുർആനിൽ പരസ്പരം ആക്രമിക്കൊടുക, അനാചാരമായിട്ട അനൈതികമായ മാർഗത്തിൽ ജീവിക്കൊടുക, പരസ്പര കച്ചാടിയിട്ട് ഒളജകലത്തിൽ സ്വന്തം കുടുംബത്തെ ഉൾക പോലും പരസ്പര വൈമനസ്സുകൾ ജീവിച്ചിട്ട് എല്ലവുണ്ട് മൂത്തോണ്ട് പോലും വെറുക്കിട കനിക്കത്തെ സന്നിവേശത്തെ ഉണ്ടാക്കിയിട്ട് പരസ്പരം നിരക്കരൽ നല്ല ഐക്യത്തിൽ ജീവിക്കണായ കനിക്കത്തെ നിരലുള്ളതൊരു അമുസ്ലിം സഹോദരനാണെങ്കിൽ പോലും അവന്റെയും പിരിസാക്കടെ എങ്ങനെയാ ചൊന്നിട്ടു ജീവനത്തിൽ ആദർശത്തെ കാട്ടി തന്നെ കനിക്കത്തെ നേതാവിടെ അനുയായികളായ നങ്ങ സ്വന്തം കുടുംബ പോലും സമയില്ലാത്ത നിലക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലു ഈമാനുള്ള മുസ്ലിമീങ്ങളെ കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാ മനസ്സിലാക്കിയാറ്? കുടുംബ ബന്ധത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു നിങ്ങളൊട്ടിക കേക്കില്ലാണ്ട് നിങ്ങൾക്ക് ബിയാറവുണ്ടാ. കുടുംബ സംബന്ധത്തെ സംബന്ധിച്ച് കുടുംബ ബന്ധത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു നിങ്ങളൊട്ടിക എന്തും കേക്കാല ചൊല്ല ബിയാറ നിങ്ങൾക്കുണ്ടാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് എല്ലാ മാരകമായ സീക്കിൽ നിന്ന് ഇന്റെ ലോകത്തിൽ നോക്കൂ എത്ര ക്യാൻസർ പേഷ്യന്റുമാരുണ്ടോ, എത്ര കിഡ്നി ഡയാലിസിസ് ആക്കിക്കൊണ്ടുള്ള ആളുമാരുണ്ടോ അല്ലേ. എത്ര പഴയ കാലത്തിൽ ക്യാൻസർ ചൊല്ല പേര് ചൊല്ലുക പേടി നഗര ഉമ്മമാർ മക്കളേതെല്ലാം സീക്കിന്റെ പേരെ ചൊല്ലാലെ പിന്നെ ചൊല്ലുമെങ്ങനെ കൊന്തുണ്ട ബലിയ സീക്കൂലാണ്ട് ബലിയ സീക്കൂലാണ്ട് ഞങ്ങളപ്പോൾ ബീർചന്ദ്ര കൊന്തുണ്ട അങ്ങത് ചൊല്ലുക തെരിയാണ്ടായിട്ട് എഡ്യൂക്കേഷൻ ഇല്ലല്ലോ അൺഎഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് കൊന്തില്ല ബലിയ സീക്ക് ചൊല്ലുക ആ സീക്കിന്റെ പേര് ചൊല്ലുക പോലും പേടിച്ച കണക്കിന്റെ ഒരു കാലയിന്ത് എങ്കിൽ ഇണ്ടൊന്ന് ചിന്തിച്ചു നോക്കോറോ. എത്ര പെണ്ണിങ്ങ ക്യാൻസർ രോഗത്തുകൊളകായിട്ടുണ്ടോ, എത്ര പെണ്ണിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ, എത്ര ആണികൾക്ക് ശരീരത്തെ സൂക്ഷ്മമായ പ്രദേശങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ. ഇന്ന് ബിപിയും ഷുഗറും ചൊല്ലത് കോമൺ ചൊല്ല നിലക്ക് അല്ലേ. ചിലപ്പോൾ നാഷ്ടാക്കുമ്പോൾ തിന്നുമ്പോൾ ചൊല്ലുകൊണ്ട് തിന്നലബ്ബ പേനേത്തര തിന്നുക ഇന്നൊരു 1 വർഷം മാത്രം പിന്നെ എനിക്ക് ഷുഗർ വന്നെങ്കിൽ പിന്നെന്ത് തിന്നണമെങ്കില്ല. എന്താ ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാവരും കൊന്തുണ്ട് ഞങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ട് പോയെങ്കിൽ ഞങ്ങൾ ഷുഗർക്ക് അടിമയായിട്ട് ജീവിക്കാനാവുകൊണ്ട് ജീവന പൂർത്തി ടാബ്ലറ്റ് എടുത്ത് ഞങ്ങൾ ജീവിക്കാനാവുകൊണ്ട് ഞങ്ങൾ കൊന്തുണ്ട്. എന്തിതുക്കുള്ള കാരണ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു മാരകമായ സീക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണ, അപകട മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണ, വേണ്ടാത്ത പേടിക്കര കനിക്കത്തെ മരണങ്ങള് നിങ്ങളെ മയ്യത്ത് പോലും നിങ്ങളെ കുടുംബക്കാർക്ക് നോക്കണു ആവാത്ത വിധത്തിൽ മരണപ്പെട്ടു പോണ്ടതിൽ നിന്നിട്ട് രക്ഷപ്പെടണുകൊണ്ട് സ്വഹാബ ഹബീബായ റസൂലുള്ളാഹി തങ്ങളതൊക്കെ പരിഹാരം ചൊന്നു കൊടുക്കണു. എങ്കിൽ നിങ്ങളെ കുടുംബ ബന്ധമുട്ടാക്കണോ, കുടുംബത്തൊട്ടിക ബാന്ധവ്യമുള്ളവണോ, കുടുംബത്തെ എല്ലാ ആൾമാരുടെ
അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുകാവിടൂ, സഡൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുകാവിടൂ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ, അതിരെ കാരണം കൊണ്ട് ദീർഘായുസ്സും അല്ലാഹു അനുവദിച്ചിതണ്ട. ആറ് കുടുംബ ബന്ധം ഒരുക്കറാണ് അവനുക്ക് ഇതുപോലത്തെ പല രോഗങ്ങളും അവനുക്ക് അനുഭവിക്കണായി വരൂ. എത്ര വില പൈസക്കാരനാണെങ്കിലും സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചിട്ട് അവന്റെ പേരും അധികാരം നഷ്ടപ്പെടുത്തുന്നു അല്ലാഹുക്ക് നേരെ വേണ്ട. കൊറോണ വന്നപ്പോ ഞങ്ങൾ പഠിച്ച പാഠമാണ്. എത്ര വില പൈസക്കാര്, എത്ര നല്ല സ്വറയുന്ന ആളുമാര്, എത്ര വില പേര് കേട്ട ആളുമാര് അങ്ങനെ ദൈപ്പാട്ടുണുക അല്ലാണുക നേരമില്ല ചൊല്ലത്. പ്രകൃതിയിലെ ചില ദുരന്തങ്ങളെ കൊണ്ട് ഞങ്ങൾ പാഠം പഠിച്ചതല്ലേ. കൊറിയ വർഷത്തുക്ക് മുന്നല്ലോ മടിക്കേരിയിൽ ഗുഡ കുസിതായിട്ട് 100 കണക്കിൽ അവ മണ്ണിരടിലായി പോയപ്പാ 30 ഏക്കർ തോട്ടയിന്ന ആള് പോരും സ്കൂളുടെ ജഗലിൽ കിടന്നിട്ട് 6 പാവത്തങ്ങൾക്ക് ചോറ് തരണുക വേണ്ടി 6 ഭണ്ടാറ് ചൊന്നിട്ടു. അങ്ങനെ ചോറുക കാത്തു വെച്ചകനിക്കത്തെ പൈസകാറ് ഞങ്ങളെ കണ്ണിടെ മുന്നിലുണ്ട്. അല്ലാഹുവിന് നേരമില്ല, അല്ലാഹുവിന് പേടിപാട്ടില്ലെങ്കിൽ എത്ര പേര് അക്രമിയായ ഭരണാധികാരി അഅലയായ പരിശുദ്ധമായ അല്ലാഹു നാണേ ചൊന്ന് വാദിച്ച കനിക്കത്തെ ഫിർഔനില്ലേ. ഏത് രാജാവാണ് പ്രധാനമന്ത്രിയുടെ പോലെയല്ല, ഒരു രാജ്യത്തെ മുഖ്യമന്ത്രിയുടെ പോലെയല്ല. ഇടീ പ്രപഞ്ചത്തിൽ ഭരണം നടത്തിയ കനിക്കത്തെ ഭരണാധികാരിമാർ പോലും അല്ലാഹു അങ്ങനെ മുട്ടുകുത്തുപാട്ടുണുക നേരെയില്ല. അക്രമിയായ ഭരണാധികാരിയായ ഫിർഔന് നാനേ അല്ലാഹു ചൊന്നെ വാദിച്ച ഫിർഔനില്ലേ. ആ ഫിർഔന്റെ ഒരേ ഒരു കിനാവ് കാട്ടിട്ട് അല്ലാഹു പേടി പാട്ടിട്ട് ഫിർഔന്റെ എല്ലാ നെമ്മതി അല്ലാഹു നഷ്ടപ്പെടുത്തില്ലേ. ഒരേ ഒരു കിനാവ്, ഒരു കിനാവുടെ കാരണത്തിൽ ഫിർഔന്റെ എല്ലാ നെമ്മതി ഇല്ലാണ്ടായി പോയി. ഫിർഔന് ഒരു കിനാവ് കണ്ട് പേടിയായി പോയി. പാതിരജാവുക സഡന്ന് ഫിർഔന് കിനാവ് കണ്ട് നിർച്ചു പോന്നെ. ಅದಕ್ಕೆ മുന്നിൽ ഫിർഔന്റെ ഭരണങ്ങനെന്ത് നാനേ അല്ലാഹു അഅലയായ റബ്ബ് നാനേ നക്കിയെ നിങ്ങൾ സുജൂദ് ചെയ്യണോ ആരാധിക്കണോ ചെന്ന് വാദിച്ചിട്ട് ആ ഫിർഔന്റെ പ്രജങ്ങളിട്ടിಗೆ ആരാധിപ്പിച്ച കനിക്കത്തെ ഒരാളാണ്, ആരാധിക്കവാട്ടെ കനിക്കത്തെ ഒരാളാണ് ഫിർഔൻ. ആ ഫിർഔന്റെ അല്ലാഹു ദൈപ്പാട്ടിയ കാലി ഒരു കിനാവ് കാട്ടിട്ട് അല്ലാഹു ചെന്ന് വാദിക്കര ഫിർഔനുകു ഒരു കിനാവിടെ പോലും നിയന്ത്രിക്കുക. ആ കിനാവ് കണ്ടിട്ടാകുമ്പത്തേക്ക് ഫിർഔന്റെ ഇന്ന എല്ലാ നെമ്മതിയും ഏത് വിഷയവും ഫിർഔനുക്ക് പിന്നെ ഫലിത്തത്ത് കിട്ടിയില്ല. വെറും ഒരേ ചിന്ത ഈ കിനാവിടെ പേടിച്ചു പോയി. അപ്പൊ ചൊന്നോട്ട് വന്നേ, ഇതുപോലത്തെ ദുരന്തങ്ങൾ ഏത് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടണം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ല ഒരു പരിഹാര കുടുംബ ബന്ധം ചേർക്കണോ. സുബ്ഹാനല്ലാഹ്, ഇന്റെ കുടുംബ ശരിയില്ലാത്തത് കൊണ്ടു ഇന്റെ ഞങ്ങളെ മക്കൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇന്റെ ഞങ്ങളെ മക്കൾ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഈ സമുദായത്തിക്ക് ബടക്ക് പേര് കൊണപെറണുകൊല്ല ഒരു കാരണ കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നയാൻ. സ്വന്തം ബാപ്പക്ക് മക്കളൊട്ടികൊല്ല ജവാബ്ദാരി ಗೊಂತಿಲ್ಲ, ഉമ്മക്ക് മക്കളൊട്ടികൊല്ല ജവാബ്ദാരി ಗೊಂತಿಲ್ಲ. ഇന്ന് യാര കേൾക്കണ പെഞ്ഞായിക മാപ്പിളരൊട്ടികൊല്ല കടമകൾ എന്തിനെ ಗೊಂತಿಲ್ಲ. ഒരു മാപ്പിളക്ക് പെഞ്ഞായിരൊട്ടികൊല്ല കടമകൾ എന്തിനേണ്ടു ಗೊಂತಿಲ್ಲ. ത്രിവളി തൊലാക്ക് ബാനായപ്പ ഞങ്ങളെല്ലാവരും പ്രതിഭട്ടനാക്കണായി വന്ന്. ത്രിവളി തൊലാക്ക് ബാനായപ്പ, ട്രിപ്പിൾ തൊലാക്ക് ബാൻ ആക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതിഭട്ടനാക്കണായി ബന്ധ. കാരണം ഇസ്ലാമിയുടെ ശരീഅത്തിന്റെ വിഷയത്തിൽ ഹസ്തക്ഷേപാക്കിയാറുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായ കാര്യം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പാട്ടിയ ശൈലിയിൽ അല്ലാഹു ജീവിക്കുമ്പോഴത്തേക്കോ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടെ സ്വഹാബാ, ലോകം അവസാനിക്കുമ്പോഴത്തുള്ള നിന്റെ ഉമ്മത്തിങ്ങളുണ്ടല്ലേ, നിന്റെ സമുദായമുണ്ടല്ലേ, ആ സമുദായത്തെ ആളുമാർ അല്ലാഹുവിന്റെ പേടിക്കാണ്ട് ജീവിക്കുമ്പോഴത്തുകോ അങ്ങനെ പേടിപ്പാട്ടണു അല്ലാഹുവിനക്ക് തരൂ. അക്രമിയായ ഭരണാധികാരി അല്ലാഹു ഭരണം കൊടുക്കൂ. ഒരു സമുദായത്തെ അല്ലാഹു ശിക്ഷിക്കണമെങ്കിൽ, ഒരു വർഗത്തെ അല്ലാഹു നശിപ്പിക്കണമെങ്കിൽ, ഒരു സമുദായത്തെ പേരെ ഇല്ലാത്തതുപോലെ അല്ലാഹു ആക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതുക്ക് ചൊന്ന ഒന്നാമത്തെ കാരണം എന്തിനെ കൊണ്ടുണ്ട അക്രമിയായ ഭരണാധികാരി അല്ലാഹു ഭരണം കൊടുക്കൂ. ലോകത്തിലെ ഏത് രാഷ്ട്രത്തിൽ നോക്കിയെങ്കിലും, ലോകത്തിൽ ഏത് രാഷ്ട്രത്തിൽ നോക്കിയെങ്കിലും ആ രാജ്യത്തെ ആളുമാർ ബഹുഭൂരിപക്ഷം ആളുമാർ പേടിക്കരക്കനിക്കത്തെ ആളുമാർ ഭരണം നടത്തിക്കൊണ്ടുള്ളേ. എന്റെ കാരണ
അല്ലാഹുടെ അദാബാണ്. നിന്റെ പിരിച്ചപ്പെട്ട മുസ്ലിമീങ്ങള് അള്ളാന്റെ അദാബ് ഞങ്ങൾക്ക് ബറാട്ടിക്കണമെങ്കിൽ, ആ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉള്ള ഒരേ ഒരു പരിഹാര ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കലാൻ. ഖുർആൻ പഠിച്ചിട്ട് പിന്നെ എല്ലാവരും മൊയിലാർമാരായി ജീവിക്കുന്നുണ്ടല്ല അതിൻ്റെ അർത്ഥം. യഥാർത്ഥ ഒരു നൈജ മുസ്ലിമായിട്ട് ജീവിക്കുന്നുണ്ട്. മൊയിലാരായിട്ട് ഖുർആൻ പഠിച്ചെങ്കിൽ മൊയിലാരാവിടെ കാളിയാരാവിടെ ഉണ്ടല്ല. ഖുർആന്റെ ആദർശത്തിൽ ജീവിക്കുന്ന നല്ല ഒരു മനുഷ്യാവണം, നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാവണം. ഇസ്ലാം എഡ്യൂക്കേഷനൊക്കെ എന്തോ എതിരല്ല. ഡോക്ടർ ആവിടുക, എഞ്ചിനീയർ ആവിടുക, സയൻറ്റിസ്റ്റ് ആവിടുക, IAS IPS ഏത് പഠിക്കണമെങ്കിലും ഇസ്ലാം അതൊക്കെ നല്ലോണം സപ്പോർട്ടാക്കിട്. പരിശുദ്ധ ഇസ്ലാം പെണ്ണുങ്ങളെ ശിക്ഷണത്തുകം നല്ല മഹത്വത്തെ കൊടുത്തു. പെണ്ണുങ്ങൾക്ക് പഠിപ്പാട്ട വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാം നല്ലോണം മഹത്വത്തെ കൊടുത്തു. ആ പെണ്ണുങ്ങളുടെ പഠിപ്പില്ലാണ്ടായതുകൊണ്ട്, അഥവാ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള ജ്ഞാനമില്ലാണ്ടായതുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നവും മൂല കാരണ എന്ത് കയാറ് ചൊല്ല വക്കീല മാറില്ലേ, നിങ്ങളെ ചങ്ങായി മാറാ, നിങ്ങളെ നേബർസാ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിലും ഒന്ന് കേട്ടു നോക്കോറൂ. കാലിവറ് പെറ്റ കിടാവുക പേര് ബൈക്കിടെ വിഷയത്തില് മാപ്പിള പെഞ്ഞായിക തമ്മിൽ ക്ലാഷ് ആയിട്ട് ഡൈവോഴ്സ് എത്തിയ കേസുണ്ടോ? കാലിവർ പേര് ബൈക്കിടെ വിഷയത്തിലുള്ള ഗലാട്ട്. ഒരു കിടാവുക പേര് ബൈക്കിടെ ഞാൻ ചൊന്ന പേരാവണം, അല്ല നീ ചൊന്ന പേരാവണം. ഈ വിഷയത്തിൽ തകരാറായിട്ട് അവസാനം ഡൈവോഴ്സ് അവിടെ കനിക്കത്തെ അവസ്ഥക്ക് എത്തിയ കനിക്കത്തെ കേസും ഞങ്ങളെ മൈക്കാല ഭാഗത്തിൽ പരിസരത്തിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചൊന്നോട്ട് ബന്ധം എൻ്റെ പിരിസപ്പെട്ട മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് നിലക്ക് ജീവിക്കണുക ഞങ്ങൾ തയ്യാറാവണമെങ്കിൽ ദുനിയാവിടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് സലാമത്താവണുകാവിടൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും ഇബാദത്ത് ചെയ്യണോ, നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ മാത്ര പഠിപ്പാട്ടതല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോയ സമയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ രണ്ട് കാറ്റഗറി ഉണ്ടോ, അൻസാരികളും മുഹാജിരീങ്ങൾ. മക്കത്തെ മദീനത്ത് ഓടിപ്പോയ ആളുമാരാണ് മുഹാജിരീങ്ങൾ, ഹിജ്റ പോയ അതേ മദീനത്തെ നിവാസികളാണ് അൻസാരികള്. അൻസാരികളിൽ നല്ല നല്ല പൈസക്കാരായ സ്വഹാബികളുണ്ടോ. മക്കത്തെ മദീനത്തേക്ക് പോയ മുഹാജിരീങ്ങൾ അങ്ങനെ ഒരു നേരത്തെ കഞ്ഞിക പോലും പറതാരുടെ ഫഖീറന്മാരായ സ്വഹാബികളുണ്ടോ. അല്ലാഹുവിന്റെ റസൂൽ അൻസാരികളിൽപ്പെട്ട സ്വഹാബികളുടെ ചൊല്ലോടോ, മുഹാജിരീങ്ങളെ നിങ്ങൾ സ്വീകരിക്കണോ, അങ്ങനെ നിങ്ങൾ സ്വീകരിക്കണോ, അങ്ങനെ നിങ്ങൾ ഇലവുണ്ട് മൂത്തോണ്ട് പോലെ സ്വീകരിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കണോ. അല്ലാഹുവിന്റെ റസൂൽ ഇത് ചൊന്നിട്ടാകുമ്പോഴത്തേക്കോ ഒരുപാട് പൈസകാരായ സ്വഹാബികളുണ്ടല്ലേ, പാവപ്പെട്ട ഫഖീറന്മാരായ സ്വഹാബികൾ ജീവനത്തെ ഏറ്റെടുക്കിടാറ്. നല്ല ബാണ്യ ഇന്നോണോ, അങ്ങനെ ബാണ്യത്തിൽ ഷെയർ കൊടുക്കിടാറ് പാപത്തെ ഉണകോ. ദുനിയാവിലുള്ള എല്ലാം നശിച്ചു പോണുള്ളതാണ്.